പ്രിയേക ദൈവത്തിന് സ്തുതി. ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള സ്നേഹ വന്ദനം അറിയിക്കട്ടെ. ഇന്ന് നാം ധ്യാനിക്കുന്ന വിഷയം നവീകരണം, പുതുക്കത്തിനുള്ള വിളി എന്നതാണ്. അതിനാസ്പദമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 36 മുതൽ 39 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വേദഭാഗത്തിന് തൊട്ടു മുമ്പുള്ള ഭാഗങ്ങൾ നമുക്ക് പരിചിതമാണ്. യേശു ചുങ്കസ്ഥലത്ത് നിന്ന് ചുങ്കക്കാരനായ ലേവിയെ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞ് വിളിക്കുന്നത് നാം കാണുന്നു. തുടർന്ന് ലേവിയുടെ ഭവനത്തിൽ അവൻ്റെ സുഹൃത്തുക്കളായ ചുങ്കക്കാരോടും പാപികളോടുമൊപ്പം യേശു ഭക്ഷണം കഴിക്കുന്നു. പരീശന്മാർ അതിനെ വിമർശിച്ചുകൊണ്ട് യേശുവിൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, അവൻ എന്തുകൊണ്ടാണ് ചുങ്കക്കാരോടും പാപികളോടും കൂടി ഭക്ഷണം കഴിക്കുന്നത്? ശേഷം ഉപവാസ സംബന്ധിയായ ഒരു ചോദ്യവുമായി പരീശന്മാർ യേശുവിനെ സമീപിക്കുകയാണ്. യഹൂദ മതം ഉപവാസത്തിന്, പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകുന്നു. പരീശന്മാർ അത് ശ്രദ്ധയോടെ നിർവഹിക്കുന്നു. മാത്രമല്ല, യോഹന്നാൻ്റെ ശിഷ്യന്മാരും ഉപവസിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് യേശുവിൻ്റെ ശിഷ്യന്മാർ മാത്രം ഉപവസിക്കാതെ ഇരിക്കുന്നത്? ഉപവാസം എന്ന വാക്കിൻ്റെ അർത്ഥം കൂടെയുള്ള വാസം എന്നതാണ്. യേശു പറയുകയാണ്, മണവാളൻ കൂടെയുള്ളപ്പോൾ എപ്രകാരമാണ് തോഴ്മക്കാർക്ക് ഉപവസിക്കാനായിട്ട് സാധിക്കുക? മണവാളനൊപ്പം ഉള്ളപ്പോൾ അത് സന്തോഷിക്കുന്നതിനും ആനന്ദിക്കുന്നതിനുമുള്ള സമയമാണ്. ഭക്തി എന്ന് പറയുന്നത് ഒരു പ്രതീകം എന്നതിലപ്പുറം ക്രിസ്തുവിൽ അനുഭവിക്കുന്ന സാന്നിധ്യമാണ്, സന്തോഷമാണ്, അത് നൽകുന്ന ആനന്ദമാണ്. അവയാണ് ഏറ്റവും പ്രധാനം എന്ന് യേശു പരീശന്മാരോട് പറയുവാനായിട്ട് ശ്രദ്ധിക്കുകയാണ്. യേശു പറയുന്നത് പുതുക്കത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് ക്രിസ്തുവാണ് എന്നാണ്. മലങ്കര സഭയിലെ നവീകരണം വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ സഭയുടെ വിശ്വാസത്തെയും ആരാധനയെയും ജീവിതത്തെയും പുനഃപരിശോധിക്കുകയും ക്രിസ്തു കേന്ദ്രീകൃതമായ സുവിശേഷ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്ത ഒരു ആത്മീക പ്രസ്ഥാനമായിരുന്നു എന്ന് ചരിത്രം അപഗ്രഥിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 3-4 കാര്യങ്ങൾ ഈ വേദഭാഗം നമ്മളോട് പറയുന്നുണ്ട്. ഒന്ന്, നവീകരണം വചന വെളിച്ചത്തിലുള്ള പുതുക്കമാണ് എന്നാണ്. നമ്മൾ പറയും, ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ദ റിവീൽഡ് വിൽ ഓഫ് ഗോഡ്. ദൈവഹിതം എന്താണ് എന്ന് വെളിപ്പെടുത്തി നമുക്ക് നൽകിയിരിക്കുന്നത് ദൈവവചനത്തിലൂടെയാണ്. റിഫർമേഷൻ ബിഗിൻസ് വെൻ ദ ചർച്ച് ഡെയർസ് ടു എക്സാമിൻ ഇറ്റ്സെൽഫ്. സഭ തന്നെ പരിശോധിക്കുവാനായിട്ട് ധൈര്യം കാട്ടുമ്പോഴാണ് നവീകരണം ഉണ്ടാകുവാനായിട്ടിടയാകുക. മലങ്കരയിലെ നവീകരണ പിതാക്കന്മാർ നമ്മുടെ പാരമ്പര്യങ്ങളെയും ആചാരങ്ങളെയും തെറ്റാണ് എന്ന് പറഞ്ഞ് തിരസ്കരിച്ച ആളുകളല്ല. മറിച്ച് നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ ആചാരങ്ങളും വചനത്തിൻ്റെ വെളിച്ചത്തിൽ പരിശോധിക്കപ്പെടുകയായിരുന്നു ചെയ്തത് എന്ന് നാം കാണുന്നു. കേരളത്തിലെ വിശ്വാസ സമൂഹത്തിന് പുരാതനമായ ഒരു അപ്പോസ്തോലിക പാരമ്പര്യം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് വിവിധ ചരിത്ര രാഷ്ട്രീയ സാഹചര്യങ്ങളിലൂടെ സഭയിൽ പാശ്ചാത്യ സഭ സ്വാധീനം ചെലുത്തുവാനായിട്ടിടയാകുകയും ആചാരപരമായ പല മാറ്റങ്ങളും സഭയ്ക്കുള്ളിൽ ശക്തമായി രൂപപ്പെടുകയും ചെയ്യുവാൻ ഇടയായി. 1653 കൂനൻ കുരിശ് സത്യം മലങ്കര സഭയുടെ നിർണായക വഴിത്തിരിവായി മാറുവാനിടയായി. തുടർന്ന് മലങ്കര സഭ സ്വന്തം പാരമ്പര്യവും സ്വത്വവും സംരക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ശക്തമാക്കുന്നത് ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. CMS മിഷണറിമാരുടെ ആഗമനം, വേദപുസ്തകത്തിൻ്റെ പരിഭാഷ, വിദ്യാഭ്യാസത്തിൻ്റെ നവമാനങ്ങൾ, അച്ചടി തുടങ്ങിയവ മനുഷ്യൻ്റെ ചിന്തയിലും വേദപുസ്തകം ലബ്ധമായതിലൂടെ ദൈവവചനവുമായി ബന്ധപ്പെട്ട് സഭയുടെ ആചാരങ്ങളെ പരിശോധിക്കുന്നതിനും ഒക്കെ കാരണമായി എന്ന് കാണുന്നു. ആചാരങ്ങളെ മാത്രമല്ല, ഉപദേശങ്ങളെയും പുനഃപരിശോധിക്കുവാനായിട്ട് ശ്രമിച്ചു. വചനമെന്ന് പറയുന്നത് കണ്ണാടിയാണ് എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കണ്ണാടിയിൽ നോക്കുമ്പോഴാണ് നമ്മുടെ മുഖത്തെ നമ്മൾ അറിയുന്നത്. മുഖത്തുള്ള വൈരുപ്യങ്ങളെ തിരിച്ചറിയുവാനും അതിനെ മാറ്റുവാനും നമുക്ക് കഴിയുന്നത് എന്നത് നമ്മൾ ഓർക്കണം. 1552 നവോത്ഥാനത്തിൻ്റെ നായകനായിരുന്ന മാർട്ടിൻ ലൂതർ ഇപ്രകാരം ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ഐ ഡിഡ് നത്തിങ്, ദ വേർഡ് ഡിഡ് എവറിത്തിങ്. നവോത്ഥാനത്തിന് ഞാനൊന്നുമല്ല പ്രവർത്തിച്ചത്, മറിച്ച് ദൈവവചനമാണ് പ്രവർത്തിച്ചത് എന്നതാണ്.
Reformations begin when we stop using the Bible merely to defend our position and allow the Bible to question our position. നമ്മുടേതായിട്ടുള്ള വിചാരങ്ങളെയും ധാരണകളെയും പ്രതിരോധിക്കുന്നതിന് വചനത്തെ ഉപയോഗിക്കുന്നതിൽ നിന്ന് മാറിയും നമ്മുടെ സ്വത്വത്തെയും നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളെയും പരിശോധിക്കുന്നതിന് വചനത്തെ ഉപയുക്തമാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നവീകരണം സംഭവിക്കുവാനായിട്ടിടയാകാം. വചനത്തിൻ്റെ അറിവ് നമുക്കുണ്ടാകുക മാത്രമല്ല, വചനത്തെക്കുറിച്ചുള്ള അറിവ് വചനത്താൽ രൂപാന്തരപ്പെടുന്ന അനുഭവത്തിലേക്ക്, നവീകരിക്കപ്പെടുന്ന അനുഭവങ്ങളിലേക്ക് നയിക്കുക എന്ന തലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വചനം നമ്മുടെ തീരുമാനങ്ങളെയും നമ്മുടെ മനോഭാവങ്ങളെയും നമ്മുടെ ജീവിത രീതികളെയും ഒക്കെ മാറ്റുവാൻ അനുവദിക്കുന്നതാണ്. അപ്പോൾ വചനത്തിലൂടെ പരിശോധനയ്ക്ക് വിധേയമാവുകയും ശുദ്ധീകരണത്തിന് വിധേയപ്പെടുകയും അതിലൂടെ നവീകരണത്തിലേക്ക് സഞ്ചരിക്കുവാനായിട്ട് ഇടയാകുന്നു എന്നതാണ്. നാം ഒരിക്കലും നമ്മുടെ പാരമ്പര്യങ്ങളെ തച്ചുടച്ച് കളയുന്ന ഒരു സഭയല്ല, മറിച്ച് നമ്മുടെ പാരമ്പര്യങ്ങളെ, ആചാരങ്ങളെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ വിലയിരുത്തുകയും പരിശോധിക്കുകയും ചെയ്യുന്ന അനുഭവമാണ് ഉണ്ടായിരിക്കുക. ഇവിടെ പറയുകയാണ്, പഴയ വസ്ത്രം പുതിയ വസ്ത്രത്തോട് ചേർത്ത് തുന്നാനായിട്ട് പാടില്ല, അതിൻ്റെ കീറൽ വലുതാകും എന്നാണ് പറയാം. പാരമ്പര്യത്തിൻ്റേതായുള്ള രൂപങ്ങളാണ് ഒരുപക്ഷെ പഴയ വസ്ത്രം എന്ന് പറയുക. പുതിയ വസ്ത്രം ക്രിസ്തുവിൽ പുതുക്കപ്പെടുന്ന ജീവിതമായി കാണുവാനായിട്ട് കഴിയേണ്ടത് ഏറ്റവും ആവശ്യം. പഴയ തുരുത്തി എന്നത് മാറ്റത്തെ സ്വീകരിക്കുവാനായിട്ട് കഴിയാത്ത മതപരമായ മനോഭാവങ്ങളാണ്. പഴയ തോൽക്കുടങ്ങൾ അതിനെ പുതിയവയെ സ്വീകരിക്കുവാനുള്ള ഇലാസ്തികത നഷ്ടപ്പെട്ടു പോയവയാണ്. പുതിയ തുരുത്തി എന്നത് വചനത്തിനും ക്രിസ്തുവിൻ്റെ ദൗത്യത്തിനും തുറന്ന നവീകരണത്തിന് തുറവിയുള്ള ഒരു സഭ എന്നതാണ് പുതിയ തുരുത്തി എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുക. അതുകൊണ്ട് വചനത്താൽ നാം നവീകരിക്കപ്പെടുവാനായിട്ട് കഴിയേണ്ടത് അനിവാര്യമാണ്. രണ്ടാമത് ഇവിടെ പറയുന്നത് നവീകരണത്തിൻ്റെ കേന്ദ്രം യേശുവാണ് എന്നാണ്. അതുകൊണ്ടാണ് പറയുന്നത് മണവാളൻ കൂടെയുള്ളപ്പോൾ മറ്റെന്തിനേക്കാളും പ്രാധാന്യം ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ്. ക്രിസ്തു വന്നപ്പോൾ ജീവിതത്തിൻ്റെ പഴയ അർത്ഥവ്യവസ്ഥ ആകമാനം മാറുവാനായിട്ടിടയായി. അവരുടെ ഉപവാസത്തിൻ്റെ ശൈലി മാറി, അവരുടെ കൂട്ടായ്മയുടെ അതിരുകൾ മാറി, പാപികളോടുള്ള സഭയുടെ സമീപനം മാറുവാനായിട്ട് ഇടയായി എന്ന് നമ്മൾ കാണുന്നു. നവോത്ഥാനം എന്ന് പറയുന്നത് സഭയെ മാറ്റുക എന്നതല്ല, ക്രിസ്തുവിനെ സഭയുടെ കേന്ദ്രസ്ഥാനത്ത് നിലനിർത്തുവാനായിട്ട് ശ്രമിക്കുക എന്നതാണ്. ന്യായപ്രമാണ കേന്ദ്രീകൃതമായതിൽ നിന്ന് ക്രിസ്തു കേന്ദ്രീകൃതമായതിലേക്ക്, ആചാരം മാത്രം പൂർത്തിയാക്കുന്ന ഒന്നിൽ നിന്ന് അത് ജീവിക്കുന്ന വിശ്വാസത്തിലേക്ക് ചുവടുമാറുവാനായിട്ട് ഇടയായി. ട്രഡീഷൻ എന്നത്, പാരമ്പര്യം എന്നത് വേരുകളോട് ബന്ധിക്കുന്നതാണ്. എന്നാൽ ട്രഡീഷണലിസം എന്ന് പറയുന്നത് ചലിക്കാതിരിക്കത്തക്കവണ്ണം നമ്മെ ബന്ധിക്കുന്ന ഒന്നാണ്. പാരമ്പര്യം വേരായിരിക്കണം, ഒരിക്കലും അത് ചങ്ങലയാകരുത് എന്ന് പറയാൻ ശ്രമിക്കുകയാണ്. എക്സ്പീരിയൻസ് ദ ജോയ് ഓഫ് ക്രൈസ്റ്റ് പ്രസൻസ് ആൻഡ് ദി ആൻറ്റിസിപ്പേഷൻ ഓഫ് ഹിസ് റിട്ടേൺ. ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ സന്തോഷം അനുഭവിക്കുകയും ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെ പ്രതീക്ഷയോടെ നോക്കിക്കാണുകയും ചെയ്യുന്ന ഒരു സഭ. നമ്മുടെ ഉപവാസം, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ആരാധന, നമ്മുടെ പ്രസംഗം, നമ്മുടെ സൽക്കർമ്മങ്ങൾ എല്ലാം കേന്ദ്രമായിരിക്കുന്ന യേശുവിനോടുള്ള സ്നേഹത്തിൻ്റെയും ബന്ധത്തിൻ്റെയും പ്രകടനമാകുവാനും അതിനാൽ പ്രചോദിപ്പിക്കപ്പെട്ടതാകുവാനും കഴിയേണ്ടത് ഏറ്റവും ആവശ്യമാണ്. സ്ക്രിപ്ചർ ഈസ് ദി അതോറിറ്റി ആൻഡ് ക്രൈസ്റ്റ് ഈസ് ദ സെൻറ്റർ. ദൈവവചനമാണ് അധികാരം എന്ന് പറയുക. ആധികാരികത നൽകുന്നത് ക്രിസ്തുവാണ്. കേന്ദ്രസ്ഥാനം അലങ്കരിക്കുവാനായിട്ട് ഇടയാകുന്നത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുക. പഴയ നമ്മളെല്ലാം നമ്മൾ മാറി പഴയതിനെ തിരസ്കരിക്കുകയല്ല, പുതിയതായി രൂപപ്പെടുവാനായിട്ട് കഴിയുക എന്നതാണ്. മൂന്നാമത് നമ്മൾ ഈ ഭാഗം പറയുന്നത്, ശുദ്ധീകരണമെന്ന് പറയുന്നത് ഒരു ദിവസത്തേക്ക് നടക്കുന്ന ഒരു കാര്യമല്ല, അതൊരു തുടർ പ്രക്രിയയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഒരിക്കൽ നവീകരിക്കപ്പെട്ട സഭയ്ക്ക് പിന്നീട് നവീകരണ വിരുദ്ധരാകാനായിട്ട് ഒരുപക്ഷെ സാധ്യതയുണ്ട്. ഇതൊരു വലിയ അപകടമാണ്. നവീകരണം ഒരു തുടർ പ്രക്രിയ ആകേണ്ടതാണ്. ദ ഗ്രേറ്റസ്റ്റ് എനിമി ഓഫ് റിന്യൂവൽ മേ ബി കംഫർട്ടബിൾ ഫെമിലിയാരിറ്റി. നമ്മളെല്ലാം പരിചയിച്ചു വന്ന ആ പരിചയ സാഹചര്യങ്ങളാണ് നമുക്ക് പുതുക്കത്തിന് നമുക്ക് തടസ്സമായി നിൽക്കുവാൻ കഴിയുക. അപ്രകാരം ആകരുത്. പരിചിതമായത്
അനുയോജ്യമല്ല എന്ന് കാണുന്നെങ്കിൽ അതിനെ തിരുത്തുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകുവാൻ കഴിയണം. വചനത്തിൻ്റെ വെളിച്ചത്തിൽ ക്രിസ്തുവിൻ്റെ സഭ സ്വയം പരിശോധിക്കുന്നിടത്തോളം അത് നവീകരണം എന്നത് തുടരുന്ന ഒരു ദൈവവിളിയായി മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഒരു തലമുറ നവീകരിക്കപ്പെട്ടു എന്ന് കരുതി അടുത്ത തലമുറ അതിൻ്റെ ആത്മാവിൽ ജീവിക്കുന്നില്ലെങ്കിൽ നവീകരണം വീണ്ടും അനിവാര്യമായിട്ട് വരികയാണ്. അതുകൊണ്ട് റിഫർമേഷൻ ഈസ് നോട്ട് എ മോണുമെൻറ്റ് ടു പ്രിസർവ്, ഇറ്റ് ഈസ് എ മൂവ്മെൻറ്റ് ടു കണ്ടിന്യൂ. അത് നമ്മൾ സൂക്ഷിക്കപ്പെടേണ്ടതായുള്ളൊരു മോണുമെൻ്റ് അല്ല, മറിച്ച് അത് തുടർമാനമായി നിർവഹിക്കപ്പെടേണ്ട ഒരു പ്രക്രിയയാണ് എന്ന് കാണുകയാണ്. ഒരു ഗ്രാമത്തിൻ്റെ ഇരു കരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു മരപ്പാലം ഉണ്ടായിരുന്നു. നിരവധി കാലങ്ങൾ ആളുകൾ മറുകരയിലേക്ക് പോകാൻ അക്കരെ ഇക്കരെ യാത്ര ചെയ്യാനായിട്ട് ഈ പാലത്തെയാണ് ഉപയോഗിച്ചത്. കാറ്റും മഴയും വെയിലുമൊക്കെ കൊണ്ടുകൊണ്ട് അതിൽ ചില പലക കഷ്ണങ്ങളൊക്കെ ദ്രവിച്ചു തുടങ്ങാനിടയായി. ഇനിയും അതിലൂടെ മുകളിലൂടെ നടക്കുന്നത് അപകടകരമാണ്. നാട്ടിലെ ചില ആളുകൾ പറഞ്ഞു, ഇത് പഴയ പാലമാണ്, പിതാക്കന്മാർ പണിത പാലമാണ്, ഒരു കാരണവശാലും ഈ പാലം പൊളിക്കാൻ പാടില്ല. എന്നാൽ ചില ആളുകൾ പറഞ്ഞു, അല്ല, ഈ പിതാക്കന്മാർ സൂക്ഷിച്ചത് മറുകര പോവുക എന്നുള്ള ലക്ഷ്യത്തിലാണ്. ഈ പഴയ പാലത്തിൻ്റെ പലകകൾ മാറ്റിയില്ലെങ്കിൽ ആ ലക്ഷ്യം നടക്കാൻ സാധിക്കുകയില്ല. അവരുടെ തീരുമാനപ്രകാരം പഴയ ദ്രവിച്ച പലകകളൊക്കെ മാറി പുതിയ പലകകൾ സ്ഥാപിച്ചു. പാലം അതിൻ്റെ ലക്ഷ്യം കുറേ മുൻപോട്ട് നിലനിർത്താനായിട്ട് അതിലൂടെ സാധ്യമായി തീരുവാനിടയായി. പ്രിയപ്പെട്ടവരെ, നവീകരണം എന്ന് പറയുന്നത് പഴയതിനെ ഇല്ലാതെയാക്കുകയല്ല, അതേ ലക്ഷ്യബോധത്തോടുകൂടി നവീകരിക്കപ്പെടേണ്ട മേഖലകളെ നവീകരിക്കുക എന്നതാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിയണം. നമുക്ക് നവദർശനങ്ങൾ ആവശ്യമാണ്. പുതിയ തലങ്ങളിലുള്ള ആദരവ് മനസ്സിലിവ സൂക്ഷിക്കുവാനായിട്ട് കഴിയേണ്ടത് ആവശ്യമാണ്. പുത്തൻ സാക്ഷ്യങ്ങൾ രൂപീകരിക്കുവാനായിട്ട് കഴിയേണ്ടത് ആവശ്യമാണ്. നാം നാൾതോറും ദൈവത്തിൻ്റെ വചനത്താൽ നവീകരിക്കപ്പെടത്തക്കവണ്ണം ദൈവവചനത്തിന് ദൈവാത്മാവിൻ്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് കഴിയണം. നാലാമത് പ്രകാരം നവീകരണം എന്നത് ലോകത്തെ പുതുക്കുവാനുള്ള ദൗത്യത്തെ ഏറ്റെടുക്കലാണ്. നവീകരിക്കപ്പെട്ട സഭ സ്വയം സംരക്ഷിക്കാനല്ല, ലോകത്തെ സുവിശേഷത്തിലൂടെ രൂപാന്തരപ്പെടുത്താനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. സഭ പുതുക്കപ്പെടുന്നത് ലോകത്തെ പുതുക്കുവാനാണ് എന്ന് നാം ഓർക്കുക. നമ്മെ ദൈവം വിളിക്കുന്നു, ഒരു സമൂഹം എന്നുള്ള നിലയിൽ പുതുക്കപ്പെടാനായിട്ട് വിളിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? അതിലൂടെ ലോകത്തെ പുതുക്കുന്ന ആളുകളായി മാറുവാനായിട്ട് കഴിയണം എന്ന ആഗ്രഹത്തിലാണ്. റിന്യൂവ്ഡ് ചർച്ച് ലീഡ്സ് ടു എ റിന്യൂവ്ഡ് വിറ്റ്നസ് that lead to a renewed world. നവീകരിക്കപ്പെട്ട സഭ നവീകരിക്കപ്പെട്ട ദൗത്യത്തിലേക്ക്, അതിലൂടെ നവീകരിക്കപ്പെട്ട ഒരു ലോകത്തെ ഒരുക്കുവാനായിട്ട് കഴിയുക എന്നതാണ്. എ ചർച്ച് റിന്യൂവ്ഡ് ബൈ ദ ഗോസ്പൽ മസ്റ്റ് ബിക്കം എ ചർച്ച് സെൻഡ് ബൈ ദ ഗോസ്പൽ. സുവിശേഷത്താൽ നവീകരിക്കപ്പെട്ട സഭ സുവിശേഷത്താൽ അയക്കപ്പെടുന്ന ഒരു സഭയായി മാറുവാനായിട്ടിടയാകുന്നു. പുതുവീഞ്ഞ് പുതിയ തുരുത്തിയിൽ. എന്തിനാണിത് തുരുത്തിയിൽ എല്ലാ കാലവും ഒരു മ്യൂസിയം പീസ് പോലെ സൂക്ഷിച്ചു വയ്ക്കാനാണോ? അല്ല, അത് പങ്കുവയ്ക്കപ്പെടുവാനാണ്. നവീകരണം സഭയുടെ ദൗത്യ മേഖലകളെ പ്രഖ്യാപിക്കുന്നതായിട്ടുള്ള അനുഭവമാണ്. ഇന്ന് നമ്മുടെ ശക്തീകരണം സുവിശേഷീകരണത്തിൻ്റെ മേഖലയിലേക്കാണ്. അനേകം ആളുകളിലേക്ക് ക്രിസ്തു സ്നേഹത്തെ സംക്രമിപ്പിക്കുവാനായിട്ട് സഭയ്ക്ക് സാധിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. സൗഖ്യം പകരുന്ന സമൂഹമായി സഭയ്ക്ക് നിലനിൽക്കുവാനായിട്ട് കഴിയണം. സാമൂഹിക ജീവിതത്തിൽ ഇടപെടാനായിട്ട് സഭയ്ക്ക് സാധിക്കണം. അതല്ലേ നവീകരണത്തെ തുടർന്നുള്ള സഭ ഏറ്റെടുത്തതായുള്ള ദൗത്യ ഇടങ്ങൾ. വിദ്യാഭ്യാസ മേഖലകളിൽ, ആരോഗ്യ പരിപാലന മേഖലകളിൽ, മിഷണറി പ്രസ്ഥാനങ്ങളുടെ ആവിർഭാവങ്ങളിൽ, അങ്ങനെ പല തലങ്ങളിലൂടെ ലോകത്തെ രൂപാന്തരപ്പെടുത്തുന്ന ശുശ്രൂഷാതലങ്ങളിലേക്ക് നവീകരിക്കപ്പെട്ട സഭ പ്രവേശിച്ചത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. റിഫോം ദ വേൾഡ് ത്രൂ ദ വാല്യൂസ് ഓഫ് ദ കിങ്ഡം. ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങളിലൂടെ ലോകത്തെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് കഴിയുക. നവീകരണം സജീവമാണ് എന്നതിൻ്റെ അടയാളം നമ്മുടെ ദൗത്യ മേഖലകളിലുള്ള പങ്കാളിത്തമാണ് എന്ന് നാം ഓർക്കുക. ക്രൈസ്റ്റ് സെൻറ്റേർഡ് ചർച്ച് മൂവിങ് ടു എ പീപ്പിൾ സെൻറ്റേർഡ് മിഷൻ. ക്രിസ്തു കേന്ദ്രീകൃതമായ സഭ നീങ്ങുന്നത് ജനങ്ങളെ കേന്ദ്രീകരിക്കുന്ന ദൗത്യത്തിലേക്കാണ് എന്ന് നമ്മൾ ഓർക്കുക. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഇപ്രകാരം പറയുന്നുണ്ട്: ലൈഫ് മോസ്റ്റ് പെർസിസ്റ്റൻ്റ് ആൻഡ് അർജൻറ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ആർ യു ഡൂയിങ് ഫോർ അതേഴ്സ്.
ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തമായി ചോദിക്കപ്പെടേണ്ട ഒരു ചോദ്യം, നിങ്ങൾ ലോകത്തിന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നതാണ്. ജർമ്മൻ ദൈവശാസ്ത്രജ്ഞനായ ഡീട്രിച്ച് ബോൺഹോഫർ യേശുവിനെ നിർവചിച്ചത് ജീസസ് ദ മാൻ ഫോർ അതേഴ്സ് എന്നതാണ്. സഭ സംഗതമായി, കാലികമായി കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളോട് പ്രതികരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നമ്മുടെ യുവാക്കൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ അവർക്ക് എപ്രകാരമാണ് നമുക്ക് ദൗത്യ നിർവഹണം നടത്തുവാനായിട്ട് കഴിയുക? ഇന്ന് സാമൂഹിക മാധ്യമങ്ങൾ അനവധിയായി വർദ്ധമാനമായിരിക്കുന്ന അതിൻ്റെ പ്രാധാന്യമുള്ളതായുള്ള ഒരു ലോകത്തിൽ എപ്രകാരമാണ് നമ്മുടെ സമൂഹ മാധ്യമങ്ങളെ ദൈവരാജ്യത്തിൻ്റെ വർധനവിന് വേണ്ടി വിനിയോഗിക്കാനായിട്ട് സാധിക്കുക? നമ്മുടെ വൃദ്ധരോട് നമുക്ക് എന്ത് ദൗത്യമാണ് നിർവഹിക്കാനായിട്ടുള്ളത്? ദരിദ്രരോട്, പ്രാന്തസ്ഥിതരോട്, അവരുടെ പ്രതിസന്ധികളോട് സഭയ്ക്ക് എങ്ങനെ പ്രതികരിക്കുവാനായിട്ട് സാധിക്കും? പരിസ്ഥിതി പ്രശ്നങ്ങളുടെ മേൽ നമുക്കുള്ള ദൗത്യം എന്താണ് എന്നൊക്കെയുള്ള കണ്ടെത്തലുകൾ സഭയെ നവീകരണത്തിൻ്റെ ജീവനുള്ള സഭയായി നിലനിർത്തുന്ന അനുഭവങ്ങളാകും എന്നത് നമ്മൾ ഓർക്കുക. ഒരു ഗ്രാമത്തിൽ ഒരു വലിയ വൃക്ഷമുണ്ടായിരുന്നു. വളരെ പഴക്കമുള്ളൊരു വൃക്ഷമാണ്. അതിൻ്റെ തണലിലാണ് കുഞ്ഞുങ്ങൾ കളിച്ചു വളർന്നത്. അതിൻ്റെ തണലിലാണ് ഗ്രാമവാസികൾ വട്ടം കൂടിയിരുന്ന് നാട്ടുവർത്തമാനങ്ങൾ പറഞ്ഞു ചിരിച്ചത്. കാലങ്ങൾ വളരെ മുൻപോട്ട് പോയി. വൃക്ഷത്തിൻ്റെ കൊമ്പുകളൊക്കെ ഉണങ്ങാനായിട്ട് തുടങ്ങി. ചില ആളുകൾ വട്ടം കൂടിയിട്ട് വന്ന് പറഞ്ഞു, വൃക്ഷത്തിന് നാശം വരാനായിട്ട് പോവുകയാണ്, ഇതിൻ്റെ കൊമ്പുകൾ ഒടിഞ്ഞ് ആളുകളുടെ മേൽ നിന്ന് അപകടമുണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്, അതുകൊണ്ട് വൃക്ഷം നമുക്ക് വെട്ടി നശിപ്പിക്കണം എന്ന് പറഞ്ഞു. പഴയ ആളുകൾ പറഞ്ഞു, ഒരിക്കലും അത് ചെയ്യരുത്, അത് നമുക്ക് ആവശ്യമാണ്, വെട്ടരുത് എന്ന് പറഞ്ഞു. ചില ആളുകൾ പറഞ്ഞു, അല്ല, അത് വെട്ടിയേ അടങ്ങൂ എന്ന് പറഞ്ഞു. ഒരു വൃക്ഷത്തെക്കുറിച്ച് പഠിക്കുന്ന വിദഗ്ധനായ ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, അതിൻ്റെ വേരുകൾക്ക് ജീവനുണ്ടോ എന്ന് ഞാൻ പരിശോധിക്കട്ടെ. അദ്ദേഹം പറഞ്ഞു, വേരുകൾക്ക് നല്ല ജീവനുണ്ട്. ഈ വൃക്ഷം എങ്ങനെ മുൻപോട്ട് നിലനിർത്താം എന്നതിനെക്കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട്. അതിൻ്റെ ഉണങ്ങിയ കമ്പുകളൊക്കെ അദ്ദേഹം വെട്ടിയിറക്കി. മണ്ണ് കിളച്ച് മണ്ണ് ആ വൃക്ഷത്തിന് അനുയോജ്യമായ വിധത്തിൽ ഒരുക്കി അതിന് വേണ്ട പരിചരണങ്ങളൊക്കെ നൽകി. അടുത്ത വസന്തം വന്നപ്പോൾ ആ വൃക്ഷം നിറയെ പുത്തൻ ഇലകളുണ്ടാകാനിടയായി. അത് ഏറ്റവും പച്ചപ്പുള്ളൊരു വൃക്ഷമായി തുടർന്ന് വന്ന പല തലമുറകൾക്കും തണലാകാനായിട്ടിടയായി. പ്രിയപ്പെട്ടവരെ, നവീകരണമെന്ന് പറയുന്നത് ശുഷ്കമായവയെ, നമുക്ക് വേണ്ടാത്തവയെ, ജീവനെ ഹനിക്കുന്നവയെ പുറത്തു കളയുവാനും സഭയെ ജീവസുറ്റതാക്കുവാനുമുള്ള ഒരു കർമ്മമായി, ഒരു നന്മയായി സൂക്ഷിക്കാൻ, അത് നിരന്തരം നവീകരിക്കപ്പെടാനായിട്ട് കഴിയണം. നമ്മൾ പറയും, മാറ്റങ്ങളാണ് ഈ ലോകത്തിൻ്റെ ക്രമം. ചേഞ്ച് ഈസ് ദ ഓൺലി അൺചേഞ്ചിങ് തിങ് ഇൻ ദിസ് വേൾഡ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ നമ്മൾ പറയുന്നതാണ്, എവിടെയാണ് മാറ്റം ആരംഭിക്കുന്നത്? ചേഞ്ച് സ്റ്റാർട്ട്സ് ഫ്രം ദ ഫസ്റ്റ് കൺവേർട്ട്. ദൈവമേ, ലോകത്തെ രൂപാന്തരപ്പെടുത്തുന്ന പ്രക്രിയയിൽ ഉൾച്ചേരുവാൻ തക്കവണ്ണം ആദ്യം രൂപാന്തരപ്പെടുന്ന ഒരാളായി എന്നെ മാറ്റണമേ എന്ന പ്രാർത്ഥനയോടെ ഈ നവീകരണ ഞായറാഴ്ച നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. വലിയവനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നീ സകലതിനെയും പുതുക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. വ്യക്തിപരമായി ഞങ്ങൾ നവീകരിക്കപ്പെടാനും വചനത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിപ്പാനും ക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ കേന്ദ്രമാക്കുവാനും ഒരു ദിനത്തെ നവീകരണമല്ല, നിരന്തരമായ നവീകരണം ഞങ്ങളിൽ നിലനിർത്തുവാനും കർത്താവെ, ലോകത്തിൽ ദൈവരാജ്യത്തിൻ്റെ ദൂതുവാഹികളായി ഞങ്ങളുടെ ദൗത്യമേഖലകളിൽ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതികരിപ്പാനും ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിൻ മൂലം അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ.